ഇന്നത്തെ എന്താണ് സാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അത് റെക്കോർഡ് ചെയ്യുന്നതാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അനൗൺസ്മെന്റ് മാതിരി വരുന്നു ഇതിനിടയ്ക്ക്. അത് റെക്കോർഡ് ചെയ്യുന്നതാണ് ഫിലിപ്പ് സാർ പറയുന്നത്. റെക്കോർഡിംഗ് ആണല്ലേ? അതെ അതെ ഓക്കെ. അതെ. ഞാൻ ഈ സൂം മീറ്റിംഗിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല ഇത്, അതുകൊണ്ടാ. ഓക്കെ. സോ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് റിലാപ്സ് ആണ്, പുനർപതനം, റിലാപ്സ്. സോ റിലാപ്സിനെ കുറിച്ച് പറയുമ്പോഴ് നമ്മള് ഒരു അമിത മദ്യപാന രോഗി തൻ്റെ മദ്യപാന ജീവിതത്തില് മദ്യം ഒഴിവാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെ യാത്ര ചെയ്ത് എപ്പോഴോ എവിടെയോ വെച്ച് മദ്യത്തിൽ നിന്നും മുക്തി നേടുന്ന ഒരവസ്ഥയ്ക്ക് നമ്മൾ റിക്കവറി എന്ന് പറയാറുണ്ട്. സോ റിക്കവറിയിലേക്ക് വരുന്നത് ഒരു മദ്യപാന രോഗി റിക്കവറിയിലേക്ക് വന്നതിന് ശേഷം കുറെ കാലം മദ്യം കുടിക്കാതിരിക്കുകയും വീണ്ടും എന്തെങ്കിലും ഒരു ദിവസം കുടി തുടങ്ങുകയും കുടി തുടങ്ങിയ ശേഷം വീണ്ടും പഴയ സ്ഥിതിയിൽ എത്തിച്ചേരുകയും, പഴയ സ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്രിങ്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ റിലാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ റിലാപ്സിന് മുൻപായിട്ട് ഒരാള് പിന്നെ കുറെ കാലം കുടിക്കാതിരിക്കുകയും വീണ്ടും ഒരു ദിവസം അറിഞ്ഞോ അറിയാതെയോ അബദ്ധത്തിലോ കുടിക്കുകയും കുടിച്ചാൽ പെട്ടെന്ന് തന്നെ ആ പഴയ അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് മുന്നേ തന്നെ റിക്കവറിയിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ നമ്മൾ അതിനെ സ്ലിപ്പ് എന്ന് പറയും. സ്ലിപ്പ് എന്ന് പറയും. ഇവിടെ നമ്മുടെ റിലാപ്സിൽ ഒരു വ്യക്തി റിലാപ്സ് ആകാൻ ധാരാളം കാരണങ്ങളുണ്ട്. അതില് ഒരു എല്ലാ കാരണങ്ങളെ കുറിച്ചും നമുക്ക് ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതില് നമ്മള് ഒരു റിലാപ്സ് ആകാനുള്ള മെയിൻ കാരണം അത് വന്നിട്ട് നമ്മൾ പറയുന്നത് ഇമോഷണൽ റിലാപ്സും മെന്റൽ റിലാപ്സും എന്ന് പറയുന്ന 3 ഭാഗങ്ങളിലൂടെയാണ് ഒരു വ്യക്തി പ്രധാനമായിട്ട് റിലാപ്സ് ആകും. സോ ഇമോഷണൽ റിലാപ്സ് എന്ന് പറയുമ്പം നമ്മുടെ എമോഷൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ. ഇപ്പം അതിന് സത്യത്തിൽ കാരണം എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇമോഷണലി റിലാപ്സ് ആകുന്നത് നമ്മുടെ വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകളിലോ ഒരു പക്ഷേ നമ്മളുടെ മാനസികമായ ചില ചിന്തകളിലൂടെയോ ഒക്കെയാണ് നമ്മൾ ഇമോഷണലി റിലാപ്സ്. ഇമോഷണലി റിലാപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സ്റ്റേജാണ്. ഒരു വ്യക്തിയിൽ ഇമോഷണൽ റിലാപ്സ് ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് സാധാരണയായി കണ്ടുവരുന്നത് സ്വഭാവത്തിൽ അഥവാ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസുകളാണ്. ഉദാഹരണം, അനാവശ്യമായ കോപം, ഒരു മൂടില്ലായ്മ, അനാവശ്യമായ ഭയം, അമിത ഭക്ഷണത്തോടുള്ള ഒരു ആർത്തി രീതി അഥവാ ഭക്ഷണം വേണ്ട എന്നുള്ള രീതി, അനവസരങ്ങളിലുള്ള ഉറക്കം ഇല്ലായ്മ, ചില സമയങ്ങളില് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഇപ്പൊ നമ്മളുടെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പായി AA പോലുള്ള സപ്പോർട്ടിംഗ് ഗ്രൂപ്പിലെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി റിലാപ്സിന് മുമ്പായിട്ട് ആ ഗ്രൂപ്പിൽ നിന്നും അകന്നു നിൽക്കുക, കുറ്റബോധം തോന്നുക, തന്നിഷ്ടം, താന്തോന്നിത്തരം, ക്ഷീണിതനെന്ന് തോന്നുക, ഇറിറ്റബിൾ ആകുക, മറ്റുള്ളവർ ശല്യമായി തോന്നുക, സ്ട്രെസ്, ഡിപ്രഷൻ, ഇങ്ങനെ ഇമോഷണൽ റിലാപ്സുകള് നമുക്ക് ഉണ്ടാകുമ്പോൾ സത്യത്തിൽ നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറി. സോ ഈ സമയത്ത് നമ്മൾ വീണ്ടും മീറ്റിങ്ങുകളിലൂടെ യാത്ര ചെയ്യുകയും നമ്മൾ ഈ ഒരു ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാരണം, ഏതെങ്കിലും ഒന്നായിരിക്കും, ഇതെല്ലാം ഒരുപോലെ ഉണ്ടാകണമെന്ന്, ഏതെങ്കിലും ഒരു ഇമോഷണലി ഉണ്ടായ റിലാപ്സിനെ നമ്മൾ ഓവർകം ചെയ്യുകയും ചെയ്താൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടി വരത്തില്ല. സോ റിലാപ്സ് ആയ വ്യക്തി, ആ എമോഷണലി റിലാപ്സ് ആയ വ്യക്തി കുടിക്കണമെന്നില്ല, ഉടനെ കുടിക്കണമെന്നൊന്നുമില്ല. പക്ഷെ പുള്ളി എപ്പോഴും ഏതെങ്കിലും ഒരു കാരണത്താൽ കോപം വന്നൊരു വ്യക്തി, ദേഷ്യം വന്നൊരു വ്യക്തി, വീട്ടിലുള്ള ആരോടെങ്കിലും കോപിഷ്ഠനായി നടക്കുന്ന ഒരു വ്യക്തി,
സോ ഇതെന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപം തലയിൽ ഇരിക്കെ തലയ്ക്കകത്ത് നമ്മൾ രണ്ടാമത്തെ റിലാപ്സ് ആയ മെന്റൽ റിലാപ്സിലേക്ക് ഇതിനെ കൊണ്ടുപോകും. സോ മെന്റൽ റിലാപ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇതുപോലുള്ള ഒരു ഇമോഷണൽ റിലാപ്സ് മതി. പക്ഷേ അത് നമ്മളെ എത്രമാത്രം സ്പിരിച്വലി പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മളുടെ 10-ാം പടിയിലൂടെ നമ്മൾ ഓരോ ദിവസവും നമ്മൾക്ക് പറ്റുന്ന എല്ലാവിധമായ തെറ്റുകുറ്റങ്ങളെയോ അഥവാ നമ്മൾ ചെയ്തിട്ടുള്ള നല്ലതിനെയോ ചീത്തയോ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും മാറ്റം വരേണ്ടതിനെ മാറ്റം വരുത്തുകയും ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ റിലാപ്സ് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒക്കെ വിട്ടുകളഞ്ഞിട്ട് നമ്മൾ ആ എന്താണോ നമുക്ക് ഇമോഷണലി പ്രോബ്ലം ആയിരിക്കുന്നത് അതിനെ വെച്ചുകൊണ്ട് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ അത് മെന്റൽ റിലാപ്സിലേക്ക് നമ്മളെ നീക്കുകയാണ്. അപ്പൊ മെന്റൽ റിലാപ്സ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ്. സോ ഇമോഷണൽ റിലാപ്സ് മൂലമുള്ള ഏറ്റക്കുറച്ചിലുകളുടെ കാരണമായി ഒരാളുടെ മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ് ആകുന്നു. ഇപ്പോൾ അയാൾ കുടിയെ കുറിച്ച് ചിന്തിക്കുന്നു. കുറെ അധികം കാലം കുടിക്കാതെ ഇരുന്ന അയാളുടെ മനസ്സിൽ കുടിക്കണം എന്ന ചിന്ത വരുമ്പോൾ കുടിക്കരുത് എന്ന ചിന്തയും കടന്നു വരും. തീർച്ചയായിട്ടും ഒരു അമിത മദ്യപാന രോഗിക്ക് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ അഥവാ ഈ നെഗറ്റീവ് തിങ്കിങ്ങുകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്തു കഴിയുമ്പം പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യമാണ് കുടിക്കുക എന്നുള്ളത്. കാരണം പണ്ട് കാലങ്ങളിൽ എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും ഒറ്റ പരിഹാരം നമ്മൾക്ക് കുടിയായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആ കുടിയുടെ ആ പകരമായിട്ട് സാറിന്റെ കണക്ഷന് കിട്ടുന്നത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും കുടിയെ മാറ്റി നിർത്തി പ്രോഗ്രാമിൽ നിന്ന് മാറി നിൽക്കും. അഥവാ ഫെലോ ആയിരിക്കുന്ന പ്രോബ്ലത്തിനെ ഹലോ സാർ, സാറിന്റെ കണക്ഷൻ അത്ര ക്ലിയർ അല്ല, ശബ്ദം ക്ലിയർ ആയി വരുന്നില്ല. ഇപ്പൊ വരുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഇതേ ഇവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. സോ ഇപ്പൊ നമ്മള് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ? ഇമോഷണലി റിലാപ്സ് കേട്ടായിരുന്നോ? കേട്ടു. ഓക്കെ. നെക്സ്റ്റ് മെന്റൽ റിലാപ്സിനെ കുറിച്ചാ പറയുന്നത്. അപ്പം ഇമോഷണലി റിലാപ്സ് മൂലമുള്ള ഏറ്റക്കുറച്ചുകളുടെ കാരണമായി ഒരാളുടെ മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആകുന്നു. ഇപ്പോൾ അയാൾ കുടിയെ കുറിച്ച് ചിന്തിക്കുന്നു. കുറെ അധികം കാലം കുടിക്കാതെ ഇരുന്ന അയാളുടെ മനസ്സിൽ കുടിക്കണം എന്ന ചിന്ത വരുമ്പോൾ കുടിക്കരുത് എന്ന ചിന്തയും കടന്നു വരുന്നു. തീർച്ചയായിട്ടും കുടിക്കണോ എന്നുള്ള ചിന്ത കടന്നു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുടിക്കരുത് എന്നുള്ള ചിന്തയും കടന്നു വരും. പെട്ടെന്ന് ആരും പോയി കുടിക്കുകയില്ല. പിന്നീട് കുടിക്കണമോ വേണ്ടയോ എന്നുള്ള ചിന്തകളുടെ ഒരു വടംവലി തന്നെ മനസ്സിൽ നടക്കും. അപ്പം കുടിക്കണോ വേണ്ടായോ എന്ന് എമോഷണലി റിലാപ്സ് ആയ ഒരു വ്യക്തി ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുത്ത് പോയി കുടിക്കുന്നില്ല. കുറച്ച് സമയം എടുക്കും. കാരണം മെന്റലി റിലാപ്സ് ആകണം. മെന്റലി റിലാപ്സ് ആകുന്നതിന് മുൻപ് ഈ മെന്റൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി ഒരു കുടിക്കണമോ അഥവാ വേണ്ടായോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ ഒരുപാട് സമയം എടുക്കും. മിക്കപ്പോഴും കുറച്ച് സമയം എടുക്കാം, കൂടുതൽ സമയം എടുക്കാം. പക്ഷേ അത് ഒറ്റയടിക്ക് പോയി കുടിക്കാം എന്നുള്ളൊരു തീരുമാനം വരത്തില്ല. കാരണം ഇത്രയും കാലം സോബറായിട്ട് ഇരുന്നത് കൊണ്ട് പെട്ടെന്ന് കുടിക്കാൻ തോന്നത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ കുടിക്കണമോ വേണ്ടായോ എന്ന ചിന്തകളുടെ ഒരു വടംവലി നടക്കും. അവിടെ ഒരു ടഗ് ഓഫ് വാറാ തലയിൽ നടക്കുന്നത്. ആ ടഗ് ഓഫ് വാറിൽ, ആ വടംവലിയിൽ അവസാനം നോർമലി മദ്യപാന രോഗിയായ ഒരാൾക്ക് അധിക സമയം നിയന്ത്രിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സാധാരണയായി അയാൾ ഫിസിക്കൽ റിലാപ്സിലേക്ക് എത്തിച്ചേരുന്നു, അഥവാ പോയി കുടിക്കുകയാണ് പതിവ്. എന്തുകൊണ്ടെന്നാൽ അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണ്. അയാളുടെ രോഗം മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായ പ്രശ്നമാണ്. മാനസികമായ രോഗം മെന്റൽ ഒബ്സഷൻ. സോ ഈ എമോഷണലി ഉണ്ടായ റിലാപ്സ്, മെന്റലി കുടിക്കണമെന്നുള്ള തോന്നൽ, അവിടെ ആദ്യത്തെ രോഗം കടന്നുകൂടുക. ആദ്യത്തെ രോഗമാണ് മെന്റൽ ഒബ്സഷൻ. സോ മെന്റൽ ഒബ്സഷൻ കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ മെന്റൽ ഒബ്സഷൻ അവിടെ ടേക്ക് ഓവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യം. സോ മെന്റൽ ഒബ്സഷൻ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം, അപ്പൊ മെന്റൽ ഒബ്സഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ രോഗത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ് മെന്റൽ ഒബ്സഷൻ. സോ രോഗത്തിന്റെ ഒന്നാമത്തെ ഭാഗം
നമ്മൾ ഇത്രയും കാലം ഈ കുടിക്കാതിരിക്കുന്ന അത്രയും കാലം ഈ സ്പിരിച്വാലിറ്റിയിലൂടെ അഥവാ നമ്മൾ പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ അതിനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് പുറത്തു വന്നു. ഒബ്സഷനെ കുറിച്ച് പറയുന്ന ഒബ്സഷൻ ഈസ് എ കമ്പൽസീവ് ഡിസോർഡർ വിച്ച് മേക്സ് us to do something again and again even though we don't want to do that. So നമ്മൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് കമ്പൽസീവ് ഡിസോർഡർ, നിർബന്ധകരമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മൈൻഡിലെ ഒരു പ്രക്രിയയാണ് മെന്റൽ ഒബ്സഷൻ. സോ ഈ ഒബ്സഷന് നമ്മളുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒബ്സഷൻ വിന്നറാകും മിക്കവാറും. കാരണം നമ്മുടെ വിൽ പവറിന് ഒബ്സഷനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള കഴിവില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഇത്രയും ദിവസം കുടിക്കാതിരുന്നു? അവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാലം എയിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ റിലാപ്സ് ആകുന്നതിന് മുമ്പ് വരെയുള്ള കാലത്തില് നമ്മൾ കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം തീർച്ചയായിട്ടും പ്രോഗ്രാമിലൂടെ നമ്മൾ നേടിയെടുത്ത സ്പിരിച്വാലിറ്റിയാണ്. അപ്പൊ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുന്നത് ഇഫ് യുവർ സ്പിരിച്വാലിറ്റി ഈസ് stronger than your mental obsession, you never take a drink. നമ്മളുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ മെന്റൽ ഒബ്സഷനെക്കാട്ടിലും സ്ട്രോങ്ങർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ആദ്യത്തെ കുടിക്ക് പോവുകയില്ല. അത് തീർച്ചയായിട്ടുള്ള കാര്യം. പക്ഷേ 24 മണിക്കൂർ സമയത്തേക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്ന നമ്മളുടെ മീറ്റിംഗിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടായിരിക്കും മിക്കവാറും ഈ ആദ്യം ഉണ്ടായ നമ്മുടെ ഇമോഷണൽ റിലാപ്സിലൂടെ നമ്മൾ കടന്നു വന്ന് മെന്റൽ റിലാപ്സിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾക്ക് ആ മെന്റൽ ഒബ്സഷനെ തടഞ്ഞു നിർത്താനുള്ള സ്പിരിച്വൽ പവർ നമ്മുടെ തലയിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഒബ്സഷൻ വിജയിക്കുന്നത്. അതല്ലാതെ നമ്മളുടെ സെൽഫ് വില്ലില്, എന്റെ ഓൺ വില്ലില് ഞാൻ കൂടി മാറ്റിക്കളയാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരേണ്ട കാര്യമില്ല. സോ ഇവിടെ ഇഫ് മൈ മെന്റൽ ഒബ്സഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ മൈ സ്പിരിച്വാലിറ്റി, 100% ഐ വിൽ ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എന്റെ തലയിൽ നടന്ന ടക്ക് ഓഫ് വാറില് കുടിക്കണം വേണ്ട എന്നുള്ള ക്വസ്റ്റ്യൻ വരാൻ വരെ കാരണം എന്റെ ഉള്ളിലെ സ്പിരിച്വാലിറ്റിയുടെ കുറവാണ്. സോ ഇവിടെ സ്പിരിച്വാലിറ്റിയുടെ കുറവ് കാരണം മെന്റൽ ഒബ്സഷൻ വിജയിക്കുന്നു. ഞാന് അങ്ങനെ മൂന്നാമത്തെ റിലാപ്സ് ആയ ഫിസിക്കൽ റിലാപ്സിലേക്ക് എത്തുന്നു. സോ ഫിസിക്കൽ സാധാരണയായിട്ട് ഈ രീതിയിൽ വരുന്ന ഒരാൾ ഫിസിക്കൽ റിലാപ്സിൽ എത്തുകയാണ് പതിവ്. എന്തുകൊണ്ടെന്നാൽ അയാൾക്ക് ഈ അമിത മദ്യപാന രോഗമുള്ളത് കൊണ്ട് അയാള് തീർച്ചയായിട്ടും കുടിക്കുക എന്നുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കാൻ ഈ മെന്റൽ ഒബ്സഷൻ സാധിക്കും. കാരണം മെന്റൽ ഒബ്സഷനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇതിന്റെ രോഗത്തിന്റെ ഒന്നാമത്തെ ഭാഗമായ മെന്റൽ ഒബ്സഷൻ കണ്ണിങ്, ബാഫ്ലിംഗ് ആൻഡ് പവർഫുൾ ഡിസീസാണ്. അതിന്റെ മുൻപിൽ നമ്മളുടെ ശക്തിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കും കണ്ണിങ് ആണത്, അത്രയ്ക്കും ബാഫ്ലിംഗ് ആണ്, അത്രയ്ക്കും പവർഫുൾ ആണ്. സോ ഇതൊരു അമിത മദ്യപാന രോഗിയുടെ സ്വന്തമായ വില്ലിനെ അഥവാ സ്വന്തം ഇച്ഛയാൽ തടഞ്ഞു നിർത്താൻ കഴിയുന്നതേ അല്ല. കുടിയിലുള്ള നിയന്ത്രണ ശക്തി നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മെന്റൽ ഒബ്സഷൻ മെന്റൽ റിലാപ്സ് അഥവാ കുടിക്കണമെന്ന ദൃഢ തീരുമാനത്തിലേക്ക് നയിക്കും. അപ്പൊ നമ്മൾ ഫിസിക്കലി റിലാപ്സ് ആകുന്നതിന് മുന്നേ ഒരു ദൃഢമായ മെന്റൽ റിലാപ്സ് തീർച്ചയായിട്ടും അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ടക്കെന്ന് പോവുക കുടിക്കാനായിട്ട്. ഇവിടെ മദ്യപാന രോഗി ഫിസിക്കൽ റിലാപ്സിലേക്ക് മാറ്റപ്പെടും അഥവാ കുടിക്കുന്നു. കുടിക്കാതെ രക്ഷപ്പെടുക വളരെ പ്രയാസമാണ്. ദൈവമൊഴികെ ആരാലെയും രക്ഷിക്കാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രോസസ് ഫിസിക്കൽ റിലാപ്സിൽ എത്തുകയും ചെയ്യും. സോ ഇത് രണ്ടാമത്തെ റിലാപ്സ് നമ്മുടെ കഴിഞ്ഞു. മൂന്നാമത്തെ റിലാപ്സിലേക്ക് നമ്മൾ കടന്നു. മൂന്നാമത്തെ റിലാക്സ് ഫിസിക്കൽ റിലാപ്സ്. മെന്റൽ റിലാപ്സിലൂടെ ഫിസിക്കൽ റിലാപ്സിലേക്ക് എത്തുന്നയാൾ ഫസ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നു. നമുക്കറിയാം ഫസ്റ്റ് ഡ്രിങ്ക് ഡസ് ദ ഡാമേജ്. എപ്പോഴും നമ്മളുടെ ആദ്യത്തെ കുടിയാണ് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ നമ്മൾ ഇത്രയും കാലം കുടിക്കാതിരുന്നിട്ട് ആദ്യത്തെ കുടി കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ശരീരം കാത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന്റെ ക്രേവിങ് അഥവാ അലർജി എന്ന് പറയുന്ന ഭാഗം രണ്ടാമത്തെ രോഗത്തിന്റെ ഭാഗമാണ്. ഈ സാധനം നമ്മുടെ ശരീരത്തില് പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ മദ്യത്തിന്റെ സ്വല്പം അളവെങ്കിലും ആവശ്യം. അപ്പൊ ആദ്യത്തെ കുടി ഈ മെന്റൽ ഒബ്സഷനിലൂടെ ആദ്യത്തെ കുടിയിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ
ഈ മെന്റൽ റിലാപ്സിന് സാധിച്ചുവെങ്കിൽ ഫിസിക്കൽ റിലാപ്സിലൂടെ നമ്മളെ നമ്മുടെ പഴയ പൊസിഷനിലേക്ക് അഥവാ നമ്മുടെ ശാരീരിക അലർജിയിലേക്ക് കൊണ്ടുപോകാൻ ആദ്യത്തെ കൂടി സഹായിക്കും. അപ്പൊ ആദ്യത്തെ കുടി നമ്മൾ കുടിച്ചകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക അലർജി തുടങ്ങുന്നു. അതായത് ഒരു ക്രേവിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ദിവസമോ 10 15 ദിവസമോ കൺട്രോൾ ചെയ്ത് കുടിച്ചെന്ന് വരാം. പക്ഷെ 10-15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഴയ കുടിയിലേക്ക് എത്തും. അപ്പം റിലാപ്സിനെ കുറിച്ച് പറയുന്നത് നമ്മൾ വീണ്ടും പൂർവ്വാവസ്ഥയിൽ പഴയ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് റിലാപ്സിന്റെ കംപ്ലീഷൻ ആകും. അല്ലെങ്കിൽ നമുക്കതിനെ സ്ലിപ്പ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താം. ഒരാൾ കുടിച്ചു പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് എയിൽ വരികയോ അല്ലെന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിർത്തുകയോ ചെയ്താൽ അതിനെ നമുക്ക് സ്ലിപ്പിലെ കണക്ക് കൂട്ടാൻ പറ്റും. പക്ഷെ പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ അയാൾ റിലാപ്സിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അവിടെ വെച്ച് അയാളുടെ റിലാപ്സ് കംപ്ലീറ്റ് ആകുന്നു. പിന്നെ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇവിടെ ഈ ശാരീരിക അലർജിയെ കുറിച്ച് പറയുന്നത്, ശാരീരിക അലർജി തുടങ്ങാൻ 1 drink is more than enough for an alcoholic എന്ന് പറഞ്ഞാൽ ഒരു കുടി ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വളരെ കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ രോഗം തുടങ്ങി വെക്കാൻ അത് വളരെ കൂടുതൽ. ബട്ട് നെവർ ക്യാൻ സാറ്റിസ്ഫൈ വിത്ത് 1000 drinks. 1000 പെഗുകൾ കുടിച്ചാലും ആ വ്യക്തി സന്തോഷവാനോ സാറ്റിസ്ഫൈഡോ ആകുന്നില്ല. കാരണം തോരെ കുടിക്കുകയല്ലേ എല്ലാ ദിവസവും, പിന്നെ കണ്ടിന്യൂസ് കുടിയായി, പിന്നെ അത് സ്റ്റോപ്പ് ആകുന്നില്ല. അപ്പൊ അലർജി സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒറ്റ കുടി മതിയായിരുന്നു. അത് അവിടെ നടന്നു കഴിഞ്ഞു. ഇങ്ങനെ സ്ലിപ്പിൽ നിന്നും റിലാപ്സിലേക്ക് എത്തിച്ചേരാൻ 10-15 ദിവസം സമയം എടുത്തേക്കാം. ഇങ്ങനെ പ്രോസസ് ഓഫ് റിലാപ്സ് കംപ്ലീറ്റ് ആകും. ഇത് ഒരു രീതിയിലുള്ള റിലാപ്സ് ആണ്. ഈ ഒരു രീതിയിൽ മാത്രമല്ല റിലാപ്സ്, പല രീതിയിൽ റിലാപ്സ് ആകാനുള്ള മറ്റുള്ള കാരണങ്ങൾ പറഞ്ഞാല് മാനസിക റിലാപ്സിലേക്ക് നമ്മൾ കടക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ മണി, പവർ, സെക്സ് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾക്ക് റിലാപ്സിലേക്ക് കൊണ്ടെത്തി. അത് നമ്മളെ പെട്ടെന്ന് റിലാപ്സിലേക്ക് എത്തിപ്പിക്കണമെന്നുമില്ല. കാരണം നമ്മൾ എയിൽ വന്നതിന് ശേഷം നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലായ ഒരു സംഗതിയാണ്, അഥവാ എയിലൂടെ മനസ്സിലായ ഒരു സംഗതിയാണ് മണി, പവർ ആൻഡ് സെക്സ് വിൽ ടേക്ക് ബാക്ക് ടു യുവർ ഡ്രിങ്ക് എന്ന്. അപ്പം അത് തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളിൽ എയിലേക്ക് വരുന്ന സമയങ്ങളിലോ അഥവാ വന്ന കുറെ കാലങ്ങൾക്ക് ശേഷമോ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു കഴിഞ്ഞ് നമ്മളുടെ ആരോഗ്യം സ്ട്രോങ് ആയി കഴിയുമ്പോൾ മാനസികമായിട്ടും നമുക്ക് എപ്പോഴും തോന്നാവുന്ന ഒരു കാര്യമാണ്, എന്റെ നഷ്ടപ്പെട്ടു പോയതൊക്കെ എനിക്ക് തിരിച്ചു വേണം. എന്റെ നഷ്ടപ്പെട്ടു പോയത് എവിടേക്ക് എനിക്കായിട്ടുള്ള നഷ്ടങ്ങൾ, പണത്തിന്റെ കാര്യത്തിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ബന്ധങ്ങൾ, അതായത് എനിക്ക് ചീപ്പ് വിലയായിരുന്നല്ലോ, ഒരു കാലത്ത് എന്നെ ആരും മതിക്കത്തില്ല, എന്റെ മതിപ്പിന് വില നഷ്ടപ്പെട്ടു പോയി, എന്റെ സെക്സ് എനിക്ക് നഷ്ടപ്പെട്ടു. സോ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ഒരു ആൽക്കഹോളിക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്ന ഒരാള് ഏതിലെങ്കിലും തിരിഞ്ഞു പോയാലും മതി. അതില് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും മിക്കവാറും ചെന്ന് നിൽക്കുന്ന വീണ്ടും റിലാപ്സിലേക്ക് തന്നെയാണ്. സോ അവിടെ പെട്ടെന്ന് ഈ എമോഷണൽ റിലാപ്സ് പ്ലസ് മെന്റൽ റിലാപ്സ്, ഫിസിക്കൽ റിലാപ്സ് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ ടൈം എടുത്തിട്ടാണ് സംഭവിക്കുന്നത്. സോ അങ്ങനെ കുടിയിലേക്ക് വരുന്ന ഇതുണ്ട്. ചിലപ്പോൾ പെട്ടെന്നും ആകാം, അതിപ്പം സമയം എടുത്തേ ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. ചിലപ്പോൾ പെട്ടെന്ന് റിലാപ്സ് ആകാം, ചിലപ്പം ലേറ്റ് ആയിട്ടാകാം. പിന്നെ ചിലർക്ക് പറ്റുന്ന റിലാപ്സിന്റെ കാരണം കുടിയൊക്കെ നിർത്തി ജീവിതം തുടങ്ങി എയിലൂടെ സഞ്ചരിക്കുന്നു, വളരെ നല്ലതാണ്. പക്ഷേ കുടിയെ മറക്കാൻ കഴിയാത്തൊരവസ്ഥ. കുടിയെ ആർക്കും മറക്കാൻ കഴിയത്തില്ല. കുടിയോടുള്ള ഇഷ്ടം ആർക്കും ഇല്ലാതെ ആകുന്നില്ല. ഒരു അമിത മദ്യപാന രോഗി എയിൽ വന്നു, കുടി നിർത്തി ജീവിതം തുടങ്ങിയത് കൊണ്ട് കുടിയെ വെറുത്തു എന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പം വെറുക്കാത്ത ഒരു സാധനത്തെ കുറിച്ച്, അഥവാ ഇവിടെ പറ്റുന്നത് എന്താണ്, ആസ്വദിച്ചു കുടിച്ച സമയങ്ങൾ തീർച്ചയായിട്ടും ഒരു ആൽക്കഹോളിക്കിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. ആസ്വദിച്ചു കുടിച്ച സമയങ്ങൾ. അപ്പൊ ഈ ആസ്വദിച്ചു കുടിച്ച സമയങ്ങളെ കുറിച്ച് ഓർത്ത് കിനാവുകൾ കാണുക. കുടിമൂലം ഉണ്ടായ റോക്ക് ബോട്ടംസ് അഥവാ നഷ്ടങ്ങൾ അഥവാ കഷ്ടങ്ങൾ, അതിനെ എപ്പോഴേക്കും അങ്ങ് മറന്നുപോയിട്ട് എപ്പോഴും മനസ്സിനകത്തിലൂടെ ഈ കുടിച്ച് സുഖിച്ച സമയങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാള് റിലാപ്സ് ആകാൻ വളരെ പെട്ടെന്ന് റിലാപ്സ് ആകാനുള്ള സാധ്യത. പിന്നെ പറയുന്നത് ഈ കുടിയെ കുറിച്ച് ചില സമയങ്ങളിലെങ്കിലും കുടിയിൽ എന്താണ് തെറ്റ്? കുടിക്കാതെ ഇപ്പൊ കുടി തെറ്റെന്ന് ഞാനും പറയത്തില്ല, ആരും പറയത്തില്ല. കാരണം കുടിച്ച് അഥവാ നിയന്ത്രിച്ചു കുടിക്കാൻ കഴിവുള്ളവർക്ക്, ആസ്വദിച്ചു കുടിക്കാൻ കഴിവുള്ളവർക്ക് കുടിക്കാം. അതിനകത്ത് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോ
കുടിയെക്കുറിച്ച് നമ്മൾക്ക് എന്നെ കുറിച്ച് അഥവാ എന്നെ പോലുള്ള ഒരു ആൽക്കഹോളിക്കിന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. എപ്പോഴും എനിക്ക് കുടിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. അതാണ് എന്റെ നിലനിൽപ്പിന്റെ കാരണം. കാരണം ഞാൻ എന്റെ കുടിയിലൂടെ നെഗറ്റീവാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പൊ ആ കുടിയിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവുകളെ ഞാൻ പോസിറ്റീവ് തലത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ, അഥവാ അതിലെ പോസിറ്റീവ് രീതിയിൽ അതിനെക്കുറിച്ച് കണ്ടാൽ, ഒരു പക്ഷേ എനിക്ക് തോന്നും എനിക്കും അങ്ങനെ പോസിറ്റീവായിട്ട് കുടിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മെന്റൽ റിലാപ്സ് സംഭവിക്കാം. സോ ഇതും ഒരു പ്രത്യേകമായ ഒരു കാരണമാണ്. പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നം, കുറെ കാലം കുടിക്കാതിരിക്കുമ്പോൾ എനിക്കിനി അധിക കാലം കുടിക്കാതിരുന്നതിനാൽ നിയന്ത്രിച്ചു കുടിക്കാം എന്നുള്ള മിഥ്യാബോധം കടന്നു വരുന്നു. ഇത് സംഭവിക്കാം. കാരണം ഇത് ഒരു തരത്തിലുള്ള അജ്ഞതയാണ്. ആക്ച്വലി വൺസ് ആൻ ആൽക്കഹോളിക് ആൾവേസ് ആൻ ആൽക്കഹോളിക്. ഒരിക്കൽ ആൽക്കഹോളിക്കായ അഥവാ അമിത മദ്യപാന രോഗിയായ ഒരാൾക്ക് ജീവന പര്യന്തം ആ രോഗത്തിൽ നിന്ന് മുക്തിയില്ല. കാരണം ഇത് ക്രോണിക് ഡിസീസാണ്. ഇത് സൗഖ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ഡിസീസല്ല. എങ്കിലും കുറെ കാലം കുടിക്കാതിരുന്ന് കഴിയുമ്പോൾ ഞാൻ ഇത്രയും കാലം കുടിക്കാതിരുന്നത് കൊണ്ട് ഒരു പക്ഷേ എനിക്ക് കുടിക്കാൻ പറ്റും എന്നൊരു തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ ഒരു പക്ഷേ ആ വൺസ് ആൻ ആൽക്കഹോളിക് ആൾവേസ് ആൻ ആൽക്കഹോളിക് എന്നുള്ളത് മറന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും സമയവും സന്ദർഭവും ശരിയായി വന്നു കഴിഞ്ഞാൽ ചിലപ്പം കുടിക്കാം. ഇവിടെയും പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയും മെന്റൽ ഒബ്സഷനും തമ്മിലുള്ള യുദ്ധം. അതാണ് അവിടുത്തെ പ്രശ്നം. സ്പിരിച്വാലിറ്റി കുറവാണെങ്കിൽ മെന്റൽ ഒബ്സഷൻ അവിടെ വിജയിക്കും. അതേസമയം ഞാൻ സ്ഥിരമായി മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയും അപ്പം ലെഗസി ആണല്ലോ നമ്മുടെ പ്രധാനം, നമ്മുടെ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള യൂണിറ്റി, അതിലെ സർവീസ്. ഇതിനകത്തൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ സ്പിരിച്വാലിറ്റി എനിക്ക് ആവശ്യത്തിന് കാണും. അപ്പോൾ ഒരു കാരണവശാലും മെന്റൽ ഒബ്സഷൻ ചാടിക്കേറി എന്നെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഞാൻ പിന്മാറി നിൽക്കുന്ന ഒരു അമിത മദ്യപാന രോഗിയായ AA മെമ്പർ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും സംഭവിക്കുന്നു. ഇതിന്റെ ഒരു ഉദാഹരണം ബിഗ് ബുക്കിലൂടെ ഞാൻ പറയുകയാണ്. ബിഗ് ബുക്കിൽ ദീർഘകാലം കുടിക്കാതിരുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ രോഗം മാറുന്നില്ല എന്നുള്ളത് കാണിക്കുന്ന നമ്മുടെ ചാപ്റ്റർ 3 ആദ്യത്തെ സ്റ്റോറി, പേജ് നമ്പർ 31. അതായത് ആദ്യത്തെ സ്റ്റോറി പറയുന്ന ഒന്നാമത്തെ സ്റ്റോറി. ചാപ്റ്റർ 3 പറയുന്നത് അമിത മദ്യപാന രോഗത്തെ കുറിച്ചാണ്. പക്ഷെ അമിത മദ്യപാന രോഗത്തിന്റെ കാഠിന്യതയെ കുറിച്ച് ചാപ്റ്റർ 3 നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ അവിടെ ആദ്യത്തെ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് 25 വർഷം കുടിക്കാതിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. അദ്ദേഹം തന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്ക് കുടിക്കുകയും ആ കുടിയിലൂടെ രാവിലെ അദ്ദേഹത്തിന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അതിന്റെ ഫ്രീഡത്തിന് വേണ്ടി, ഞരമ്പുകളുടെ ഫ്രീഡത്തിന് വേണ്ടി രാവിലെ തന്നെ കുടിക്കുകയും, കുടി മൂലം രാവിലെ ഒരു പ്രാവശ്യം തുടങ്ങി കഴിഞ്ഞാൽ ഒരു അമിത മദ്യപാന രോഗിക്ക് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കുടി മൂലം ബിസിനസ്സിനകത്ത് പാളിച്ചകൾ പറ്റിക്കൊണ്ടിരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തി ഒരു ശപഥം എടുക്കുക, ഇനി ഞാൻ മദ്യപിക്കത്തില്ല, എന്റെ മദ്യപാനം എന്നുവരെ ഇല്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബിസിനസ്സിനെ സക്സസ് ചെയ്ത് റിട്ടയർഡ് ആകുന്ന ദിവസം വരെ ഞാൻ കുടിക്കില്ല. ഇതാണ് പുള്ളിയുടെ ആ ഒരു ശപഥം. ആ ശപഥം അതുപോലെ പാലിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പുള്ളിക്കാരൻ ഒരു അസാധാരണ വ്യക്തിയായിരുന്നു. സാധാരണ ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക് അല്ലായിരുന്നു. അസാധാരണ ശക്തിയുള്ള, വിൽ പവറുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ 25 വർഷം കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ 30-ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. 30-ാമത്തെ വയസ്സിൽ സ്റ്റോപ്പ് ചെയ്തത് 55-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റിന് ശേഷം പുള്ളി വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചു. റിട്ടയർമെന്റ് ആയി വീട്ടിൽ വന്ന് കുത്തിയിരിക്കുന്നു, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അന്ന് പുള്ളിക്ക് തോന്നി, ഒരു പക്ഷേ ഇത്രയും വർഷം നീണ്ട സമയം ഞാൻ കുടിക്കാതിരുന്നത് കൊണ്ട് ഇനിയും കുടിച്ചാൽ എനിക്കൊരു സോഷ്യൽ ഡ്രിങ്കറെ പോലെ ആസ്വദിച്ചു കുടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇത്രയും വർഷത്തെ ദീർഘകാലത്തെ ഈ ഗ്യാപ്പ് എന്റെ രോഗത്തിൽ നിന്നും എനിക്ക് മുക്തി, രോഗത്തെ കുറിച്ചല്ല, എന്റെ ആ അന്നുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും എനിക്ക് മുക്തി തന്നിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി പുള്ളി കുടി തുടങ്ങി. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പുള്ളി ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും, എന്നാൽ അന്ന് 25 വർഷം മുന്നേ പുള്ളി എടുത്ത തീരുമാനപ്രകാരം നിർത്താൻ പറ്റിയെങ്കിൽ ഇന്ന് നിർത്താൻ പറ്റാതെ സഹായം തേടി പല ആശുപത്രികളിലും പല സ്ഥലങ്ങളിലും പോയി അഡ്മിറ്റ് ആവുകയും എവിടെ പോയിട്ടും പുള്ളിക്ക് കൂടി നിർത്താൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു. എന്നാൽ ധനപരമായിട്ട്
പുള്ളിക്ക് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വാങ്ങാനും ആവശ്യത്തിനുള്ള സമ്പാദ്യം പുള്ളി സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ പണം ഉപയോഗപ്പെട്ടില്ല. കാരണം 4 വർഷം കൊണ്ട് പുള്ളി മരിച്ചുപോയി. പുള്ളിയെ കുറിച്ച് പറയുന്നത്, റിട്ടയർമെന്റ് ആകുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന വ്യക്തി വെറും 4 വർഷം കൊണ്ട് ശോഷിച്ച് മരിച്ചുപോയി എന്നാ പറയുന്നത്. സോ ഈ രോഗം ഇത് ഒരിക്കൽ ഒരാളിലെ വന്നു കഴിഞ്ഞാൽ മരണം വരെയും ഈ രോഗം വിട്ടുപോകുന്നില്ല എന്നുള്ളത് ക്ലിയർ ആണ്. ഒരു പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു റിലാപ്സ് തന്നെയാണ്. പിന്നെ റിലാപ്സിൽ നിന്ന് കരകയറുക എന്നുള്ളത് ഒരു വലിയ പ്രയാസകരമായ സംഗതിയാണ്. സോ ഇതൊരു സ്റ്റോറി നമ്മളെ കാണിക്കുന്നത്, എത്ര വർഷക്കാലം കുടിക്കാതിരുന്നാലും നമ്മൾ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ അവസ്ഥയിലേക്കോ അതിൽ നിന്നും മോശമായ, വളരെ വളരെ മോശമായ അവസ്ഥയിലേക്കോ എത്തിച്ചേരും എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ റിലാപ്സ് ആവാനുള്ള ഒരു കാരണം പറയുന്നത് ഹാൾട്ടിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ചെറിയ പുസ്തകത്തിലൊക്കെ ഉണ്ടത്. പിന്നെ ഹാൾട്ട് എന്ന പ്രോഗ്രാം, ഹംഗ്രി, ആംഗ്രി, ലോൺലിനെസ്, ടയർഡ്നെസ്. സോ ഈ ഹാൾട്ട് പ്രോഗ്രാമിലൂടെ പറയുന്നത് പോലെ ചില സമയങ്ങളിൽ വിശപ്പ് സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആഹാരം കഴിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ, ഹംഗ്രി, നമ്മൾക്ക് മദ്യം കഴിക്കണമെന്നുള്ള തോന്നൽ അഥവാ മെന്റൽ ഒബ്സഷൻ അത് ഉണ്ടാകാൻ സാധ്യത. അതുപോലെ തന്നെ ആങ്കറിന്റെയിലും അത് അങ്ങനെ ഉണ്ടാകും. കോപം, ലോൺലിനെസ്, ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ടും ഒറ്റപ്പെട്ട് നടക്കുന്നതുകൊണ്ടും സംഭവിക്കാം. ഒരുപാട് ജോലി ചെയ്ത് ടയർഡ്നെസ് ആയാലും അത് സംഭവിക്കും. ഇവിടെ നമുക്ക് ചാപ്റ്റർ 3-ലെ മൂന്നാമത്തെ സ്റ്റോറി പറയുന്നത് ഹാൾട്ട് പ്രോഗ്രാമിനെ കുറിച്ചാണ്. അവിടെ ഒരു ജിമ്മിനെയാണ് നമ്മൾ കാണുന്നത്. ജിമ്മ് ഹാൾട്ടിലെ, അതായത് പുള്ളി രാവിലെ മുതൽ പുള്ളി ഓഫീസിലായിരുന്നു. പുള്ളിയുടെ ചരിത്രം പറയുന്നത്, പുള്ളി ഒരു കാറ് വ്യാപാരം പുള്ളിക്ക് ഫാമിലിപരമായിട്ട് കിട്ടിയത്, കുടുംബപരമായിട്ട് കിട്ടിയത്. പുള്ളി 35 വയസ്സ് വരെയും കുടിച്ചില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളി കുടിക്കാൻ തുടങ്ങി. പുള്ളിക്ക് കാർ വ്യാപാരത്തിലൂടെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം, കുടുംബമുണ്ട്, വളരെ സന്തുഷ്ടനാണ്. പക്ഷേ പുള്ളിക്ക് എന്ത് പറ്റി? അമിത മദ്യപാനം പെട്ടെന്ന് പിടിച്ചതുകൊണ്ട് പുള്ളി മദ്യപിച്ച് പുള്ളിയുടെ എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഈ കാറിന്റെ ഷോറൂമും വിൽക്കേണ്ടി വന്നു. വിറ്റിട്ട് പുള്ളി പിന്നീട് AM മെമ്പേഴ്സിനെ സമീപിക്കുകയാണ്. AM മെമ്പേഴ്സുമായിട്ട് സംസാരിച്ച് പുള്ളിക്ക് കുടിയിൽ നിന്നും മുക്തിയായി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ജോലി വേണമായിരുന്നു. അതേ കാറിന്റെ അവിടെ തന്നെ ജോലി കിട്ടുന്നു. ജോലി കിട്ടി പുള്ളി സെയിൽസ്മാൻ ആയിട്ട് പോകുന്നു. അങ്ങനെ സെയിൽസ്മാൻ ആയിട്ട് പോകുന്ന അദ്ദേഹം, നമ്മുടെ ജിമ്മ്, രാവിലെ അവിടെ വരുമ്പോൾ, ഓഫീസിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും മനസ്സിനകത്ത് കോപം ജലിപ്പിക്കത്തക്ക രീതിയിൽ, ആങ്കർ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ചെറിയ സംഭവം പുള്ളിക്ക് തോന്നുന്നത്, എന്റെ തന്നെ സ്വന്തമായിരുന്ന കാറ് ഷോറൂമില് ഞാൻ ഇന്നൊരു ജോലിക്കാരനെ പോലെ വർക്ക് ചെയ്യേണ്ടി വന്നതിലുണ്ടായ ആ ഒരു അമർഷം പുള്ളിക്ക് ഉണ്ടായി അവിടെ. പക്ഷെ അതൊരു വലിയ കാരണമൊന്നുമല്ല കുടിക്ക്. പുള്ളി അവിടെ നിന്ന് ഒരു കാറും എടുത്തിട്ട് കാറിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമറെ തേടി പോവുകയാണ്. പോകുന്ന വഴിക്ക് പുള്ളി വിശന്നു എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെ വിശന്നിട്ട് പുള്ളി കുറെ ദൂരം വണ്ടി ഓടിച്ചു കാണും. എവിടെയോ ഒരു സ്ഥലത്ത് പുള്ളി വണ്ടി നിർത്തി. അവിടെ സാധാരണ പുള്ളി പോയി ഭക്ഷണം കഴിക്കാറുള്ളതാണ്. അവിടെ ചെന്നിറങ്ങി ഭക്ഷണം കഴിക്കാൻ കയറി. പുള്ളി ഒരു ബ്രെഡും ഒരു ഗ്ലാസ് പാലും കഴിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയുടെ മൈൻഡിനകത്ത് പെട്ടെന്നൊരു തോന്നലുണ്ടാകുന്നു, എന്തുകൊണ്ട് പാലിനകത്ത് ഒരു പെഗ് വിസ്കി ഒഴിച്ചു കുടിച്ചുകൂടാ. പെട്ടെന്നുണ്ടായ തോന്നൽ, മെന്റൽ ഒബ്സഷൻ അവിടെ വെച്ച് പുള്ളി അറ്റാക്ക് ചെയ്തു. ഉടനെ തന്നെ പുള്ളി അതിന് ഓർഡർ കൊടുത്തു. 1 എണ്ണം കുടിച്ചു, 2 എണ്ണം കുടിച്ചു, 3 എണ്ണം കുടിച്ചു. പിന്നീട് പുള്ളിയെ കുറിച്ച് പറയുന്ന, പുള്ളി ദിവസങ്ങളോളം കുടിച്ച് കാറ് ഓടിച്ച് അവിടെയൊക്കെ നടന്നിട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും ആസ്പത്രിയിലായി. സോ ഇതാണ് ഒരു കണ്ടീഷൻ. സോ ഈ എന്താ പറയുന്നത്, ഈ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെയോ അഥവാ ഒരു ചെറിയ ചെറിയ കാരണങ്ങളാൽ മനസ്സിനകത്ത് എന്തെങ്കിലും ഹംഗ്രിയോ, ആംഗ്രിയോ, ലോൺലിനെസ്സോ, ടയർഡ്നെസ്സോ എന്തെങ്കിലും ഉണ്ടായാൽ പോലും ഒരു അമിത മദ്യപാന രോഗി കുടിക്കാതെ സമയങ്ങളോളം, ദിവസങ്ങളോളം ഇരുന്നതിന് ശേഷം, അഥവാ മാസങ്ങളോ വർഷങ്ങളോ ഇരുന്നതിന് ശേഷം റിലാപ്സ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കാനും സ്വന്തം വിൽ പവറിൽ വിശ്വസിച്ച് കുടി നിയന്ത്രിക്കുവാൻ ശ്രമിക്കുകയും റിലാപ്സ് ആകുകയും ചെയ്യുക, ഇത് വേറൊരു പ്രശ്നമാണ്. അതായത് രോഗത്തിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കുക. രോഗം ഉണ്ടെന്ന് സമ്മതിക്കും, യെസ്, എനിക്ക് ആൽക്കഹോളിസം എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, സമ്മതിക്കും. പക്ഷേ ആ രോഗം അഥവാ ആ രോഗത്തിലെ ഈ ഫസ്റ്റ് ഡ്രിങ്ക് കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമായ മെന്റൽ
ഒബ്സഷൻ, കണ്ണിങ്, ബാഫ്ലിംഗ് ആൻഡ് പവർഫുൾ ഡിസീസ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചിലപ്പോഴൊക്കെ മറ്റാൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് പല ഉദാഹരണങ്ങൾ ഞാൻ പറയും. എങ്കിലും ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം പറയാം. ആനയും ആടും പോലെയുള്ള ഒരു വ്യത്യാസമാണ് മെന്റൽ ഒബ്സഷനും സ്വന്തം വിൽ പവറുമായിട്ടുള്ളത് ഒരു അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ആന ഒരിടത്ത് നിൽക്കുന്നു, ഒരു ആട് അതിനെ പോയി തന്നെ തട്ടുകയും മുട്ടുകയും കാലയിൽ ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആന ഒന്നും അനങ്ങുന്നില്ല. ഒരു പക്ഷെ ആന അറിയുന്നതേ ഇല്ല. എന്നാല് എപ്പോഴോ ഒരു സമയത്ത് ആനയ്ക്ക് എന്തോ തന്നെ ഇടിക്കുന്നു മനസ്സിലാവുമ്പം അത് കാലുപൊക്കി ഒരു തട്ട് വെച്ച് കൊടുക്കും. ആട് തെറിച്ച് ദൂരത്ത് പോയി ചത്തുമലക്കും. ഇത് തന്നെയാണ് മെന്റൽ ഒബ്സഷനും എന്റെ ഒരു അമിത മദ്യപാന രോഗിയുടെ വിൽ പവറിന്റെയും ശക്തിയുടെ ഇടയിലുള്ള വ്യത്യാസം. അത്രമാത്രം ശക്തിശാലിയാണ്, അത്രമാത്രം പവർഫുൾ ആണ് ഈ അമിത മദ്യപാന രോഗത്തിലെ മെന്റൽ ഒബ്സഷൻ എന്ന ഘടകം. അത് നമ്മളെ കൊണ്ട് ആദ്യത്തെ കുടിപ്പിച്ചിരിക്കും. സോ ഇവിടെ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. തീവ്രത മനസ്സിലാക്കാതെ സ്വന്തം വിൽ പവറിൽ വിശ്വസിച്ച് കുടി നിയന്ത്രിക്കുവാൻ ശ്രമിക്കുകയും റിലാപ്സ് ആകുകയും ചെയ്യുക. ഇവിടെ നമുക്ക് അതേ 3-ാം ചാപ്റ്ററിലെ 4-ാമത്തെ സ്റ്റോറി ഒരു ഫ്രെഡിനെ കുറിച്ചാണ്. ഈ ഫ്രെഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നിമിഷം. ഫ്രെഡ് ഒരു നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനത്തിലെ ഒരു പാർട്ട്ണറാണ്. ഒരു നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനത്തിലെ ഒരു പാർട്ട്ണറാണ്. പ്രശസ്തമായ അക്കൗണ്ടിങ് സ്ഥാപനത്തിലെ പാർട്ട്ണറായ ഫ്രെഡ്, അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ട്, വളരെ നല്ല വീടുണ്ട്, അയാളുടെ വിവാഹ ജീവിതം സന്തുഷ്ടമാണ്. കൂടാതെ അയാൾ ഭാവിയിലെ വാഗ്ദാനങ്ങളായ കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനുമാണ്. വളരെ ആകർഷണീയമായ ഒരു വ്യക്തിത്വമാണ് അയാൾ. അതുകൊണ്ട് തന്നെ അയാൾ മറ്റുള്ളവരുമായി വളരെ എളുപ്പത്തിൽ ചങ്ങാത്തത്തിലാവും. എവിടെയെങ്കിലും ഒരു വിജയശ്രീ ലാളിതനായ ബിസിനസ്സുകാരനുണ്ടെങ്കിൽ അത് ഫ്രെഡ് അല്ലാതെ മറ്റാരുമല്ല. ഇതാ നാട്ടിലെ സംഭാഷണം. വളരെ സന്തുലിതമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ, എന്നിട്ടും അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണ്. ഞങ്ങൾ ആദ്യമായി ഫ്രെഡിനെ കാണുന്നത് ഒരു വർഷം മുമ്പ് ഒരു ആശുപത്രിയിലാണ്. അവിടെ അയാൾ കഠിനമായ ഞരമ്പ് രോഗം ഭേദപ്പെടുത്താൻ വേണ്ടി എത്തിയതായി. ഇത്തരത്തിലുള്ള അയാളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വലിയൊരു ലജ്ഞാലുമായിരുന്നു. ഒരു അമിത മദ്യപാന രോഗിയാണെന്ന് സമ്മതിക്കുന്നതിന് പകരം അയാൾ ഞങ്ങളോട് പറഞ്ഞത് താനിവിടെ എത്തിയത് എന്നാണ്. അയാൾ കരുതുന്നതിനേക്കാൾ വളരെ വഷളായ സ്ഥിതിയാണ് അയാളുടെ എന്ന് ഡോക്ടർ അയാളെ അറിയിച്ചു. കുറെ നാളേക്ക് അയാൾ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് വിഷാദമൂകനായിരുന്നു. കുടി പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ അവസാനം അയാൾ തീരുമാനിച്ചു. താൻ എത്രമേൽ നല്ല സ്വഭാവമുള്ളവനാണെങ്കിലും എത്ര ഉറച്ച നിലപാടുള്ളവനാണെങ്കിലും തനിക്കൊരിക്കലും അതിന് കഴിഞ്ഞേക്കില്ല എന്ന ചിന്തയെ അയാൾക്കുണ്ടായിരുന്നില്ല. ഫ്രെഡ് ഒരിക്കലും താൻ ഒരു അമിത മദ്യപാന രോഗിയാണെന്ന് വിശ്വസിക്കുവാൻ തയ്യാറായില്ല. അതിലുപരി തന്റെ പ്രശ്നത്തിന് ആത്മീയമായ ഒരു പരിഹാരം ആവശ്യമാണെന്ന്, പരിഹാരം ഉണ്ടെന്ന കാര്യം അംഗീകരിക്കാനേ അയാൾ ഒരുങ്ങിയില്ല. അമിത മദ്യപാന രോഗത്തെ കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ അയാളോട് പറഞ്ഞു. അയാൾ അതിൽ താല്പര്യം കാണിച്ചു എന്ന് മാത്രമല്ല ചില ലക്ഷണങ്ങൾ തനിക്കുള്ളതായി അയാൾ തുറന്നു സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ തനിക്ക് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന കാര്യം അംഗീകരിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. ഈ നാണം കെടുന്ന അനുഭവം, താൻ ആർജിച്ച അറിവും തന്റെ വരുംകാല ജീവിതത്തിൽ തന്നെ മദ്യമിൽ അയാൾ ഉറച്ച മനസ്സുള്ളവനായിരുന്നു. സ്വയം നേടിയ അറിവ് അയാളെ ഉറപ്പുള്ളവനാണ്. കുറെ കാലത്തേക്ക് ഞങ്ങൾ ഫ്രെഡിനെ കുറിച്ച് ഒന്നും കേട്ടു. സോ ഇദ്ദേഹത്തിന്റെ സ്വന്തം കഴിവിൽ അദ്ദേഹം കൂടി നിർത്താൻ തീരുമാനിച്ചു. മദ്യപാനത്തിൻ്റെതായ രോഗലക്ഷണങ്ങളുടെ ചില പ്രശ്നങ്ങളൊക്കെ തനിക്കുണ്ടെന്ന് പുള്ളി സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് ഫ്രെഡിനെ കാണുമ്പോൾ അയാൾ അമിത മദ്യാസക്തനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ആകൃഷ്ടനായി. എനിക്ക് ഇനി ഒരിക്കലും കുടിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ആദ്യത്തെ കുടിക്ക് ശേഷം ഉണ്ടാകുന്ന ഭ്രാന്തമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ മദ്യത്തെക്കുറിച്ച് വളരെയേറെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എനിക്ക് അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് പരിപൂർണ ബോധ്യമുണ്ടായിരുന്നു. നിങ്ങളിൽ പലരെയും പോലെ അത്രയേറെ വലിയ നിലയിലുള്ള കുടിയനല്ല ഞാനെന്നും ഞാൻ എന്റെ മറ്റു പ്രശ്നങ്ങളിൽ മുഴുകി കുടിക്കാതിരിക്കുമെന്നും ഞാൻ യുക്തിയുക്തമായി കരുതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഞാൻ വിജയിക്കുമെന്ന് ദൃഢമായി വിശ്വസിച്ചു. ആത്മവിശ്വാസമുള്ളവനായിരിക്കാൻ ധാരാളം കാരണങ്ങളുള്ളതായി എനിക്ക് തോന്നി. മദ്യം കഴിക്കാതിരിക്കുന്നതിന് എന്റെ മനഃശക്തി ഉപയോഗിക്കുകയും മദ്യത്തിനെതിരെ ജാഗ്രത പുലർത്തുകയും ചെയ്താൽ മതിയെന്നായിരുന്നു എന്റെ ധാരണ. സോ
ഈ തരത്തിലുള്ള ഒരു വിചാരം കൊണ്ട് അദ്ദേഹം തന്റെ സ്വന്തം കഴിവിലൂടെ മദ്യപാനത്തിൽ നിന്നും അകന്ന് ജീവിക്കാൻ തുടങ്ങി. സോ ഇപ്പോൾ പുള്ളി റിലാപ്സ് ആയതിന്റെ റീസൺ പറയുന്നത്, ഞാൻ ഒരു ബിസിനസ് കാര്യവുമായിട്ട്, അക്കൗണ്ട് സംബന്ധിച്ച ബിസിനസ് കാര്യവുമായിട്ട് വാഷിങ്ടണിലേക്ക് പോയി. വാഷിങ്ടണിലെ ഗവൺമെന്റ് ഓഫീസേഴ്സുമായിട്ട് എന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. നല്ല വിജയമായിരുന്നു, ബിസിനസ് കാര്യങ്ങളെല്ലാം സോൾവ് ആയി. ആ വിവരം തന്റെ പാർട്ട്നേഴ്സിനെ അറിയിച്ചു, അവർ ഹാപ്പിയാണ്. വൈകുന്നേരം സന്തോഷവാനായിരിക്കുന്ന ഞാൻ എന്റെ ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു. എന്റെ ഹോട്ടൽ റൂമിൽ ചെല്ലുന്നു, ഞാൻ റെഡി ആയിട്ട് ഡിന്നറിന് പോകുന്നു. ഇപ്പം നോക്കി, ഞാൻ എന്റെ ഹോട്ടലിലേക്ക് ചെന്ന് ഡിന്നറിന് പോകാൻ ഒരുങ്ങി. ഊണുമറിയുടെ വിഭവസമർത്ഥമായ ഭാഗം ഞാൻ മുറിച്ചു കടന്നപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലൂടെ ഭക്ഷണത്തിന്റെ കൂടെ സ്വല്പം മദ്യവും കുടിക്കാമെന്ന ചിന്ത കടന്നു. എത്രമാത്രം കണ്ണിങ് ആണ് നോക്ക്, ഒരു മെന്റൽ ഒബ്സഷൻ എന്ന ഒരു മദ്യപാന രോഗിയുടെ രോഗം. ആ പുള്ളി ഡിന്നറിന് പോകാൻ ഒരുങ്ങി ഊണുമുറിയുടെ വിഭവസമർത്ഥമായ ഭാഗം ഞാൻ മുറിച്ചു കടന്നപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലൂടെ ഭക്ഷണത്തിന്റെ കൂടെ സ്വല്പം മദ്യവും കുടിക്കാമെന്ന ചിന്ത കടന്നു വന്നു. അത്ര തന്നെ, പിന്നെ പറയാനില്ലല്ലോ. ഞാൻ മദ്യവും ഭക്ഷണവും ഒരുമിച്ച് ഓർഡർ കൊടുത്തു. വീണ്ടും ഒരെണ്ണം കൂടി പറഞ്ഞു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നടക്കാൻ തീരുമാനിച്ചു. ഹോട്ടലിലേക്ക് ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അല്പം വില കൂടിയ മദ്യം കഴിച്ചാൽ എന്തെന്ന് തോന്നി. അങ്ങനെ ഞാൻ ബാറിലേക്ക് പോയി. അന്ന് രാത്രി പിന്നീട് ഒരുപാട് കഴിച്ചതായും പിറ്റേന്ന് രാവിലെ അതിലേറെ കഴിച്ചതായും എനിക്ക് തോന്നുന്നു. എനിക്കൊരു മങ്ങിയ ഓർമ്മയുണ്ട്. ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വിമാനത്തിന്റെ സീറ്റിൽ ഞാൻ ഇരുന്നതായും എയറോഡ്രോമിൽ എന്റെ ഭാര്യയ്ക്ക് പകരം ഒരു ഡ്രൈവർ കാത്തിരുന്നതായുമുള്ള ഓർമ്മ. ഈ ഡ്രൈവർ ഒരുപാട് ദിവസം എന്റെ സന്തത സഹചാരിയായി കൂടെ നടന്നു. കാരണം വീട്ടിലൊന്നും പോയില്ല, ദിവസങ്ങളോളം കുടിച്ചുകൊണ്ടേ നടന്നു. ഞാൻ എവിടെയൊക്കെ പോയെന്നോ എന്തൊക്കെ പറഞ്ഞുവെന്നോ ചെയ്തുവെന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അവസാനമാണ് ഞാൻ അസഹനീയമായ മാനസിക വ്യതകളോടെ ശാരീരിക വേദനകളോടും കൂടി ആശുപത്രിയിലെത്തിയത്. സോ ഇത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. എപ്പോ വേണമെങ്കിലും ഈ തരത്തിലുള്ള ഒരു റിലാപ്സ് ഒരു അമിത മദ്യപാന രോഗിക്ക്, അഥവാ സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച്, സ്വന്തം വിൽ പവറിൽ വിശ്വസിച്ച് അമിത മദ്യപാനത്തോട് ചെറുത്ത് നിൽക്കാൻ പറ്റും എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. അഥവാ എയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും എയിലൂടെ വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ എനിക്ക് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു തോന്നലുള്ള വ്യക്തിക്ക് എങ്ങനെ വേണമെങ്കിലും ഇതുപോലൊരു വീഴ്ചയിലേക്ക് പോകാനായിട്ട് എപ്പോൾ വേണമെങ്കിലും സാധിക്കും. സോ പിന്നീട് പുള്ളി ഇതെല്ലാം കഴിഞ്ഞു. പുള്ളി പിന്നെ എല്ലാം വിശ്വസിച്ചു. പുള്ളി എയിലേക്ക് വന്നു. അതിനുശേഷം പുള്ളി പറയുന്നേ, പിന്നീട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു ആത്മീയ തത്വങ്ങൾ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നത്. സോ ആത്മീയതയിലൂടെയാണ് പുള്ളിക്കാരന്, ഈ നമ്മുടെ ഫ്രെഡിന്, മദ്യപാനത്തിൽ നിന്നും രണ്ടാമത്തെ പ്രാവശ്യം പുറത്തു വരാൻ സാധിച്ചതും അതിനുശേഷമുള്ള ജീവിതത്തിൽ പുള്ളി പിന്നീട് ഒരിക്കലും കുടിച്ചിട്ടില്ല. ഫ്രെഡിന് പിന്നീട് അറിയാൻ കഴിഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മീയ തത്വങ്ങൾ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നതാണ്. അപ്പം വെറും അമിത മദ്യപാന രോഗം മാത്രമല്ല നമ്മളുടെ പ്രശ്നം. നമ്മുടെ റിലാപ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നു, നമ്മളുടെ പ്രശ്നത്തെ കുറിച്ച് ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത്, വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ, ദാറ്റ് അവർ ലൈഫ് ഹാഡ് ബിക്കം അൺമാനേജ്. ജീവിതം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് കുടിച്ച് കാലും കൈയും കുഴഞ്ഞ് താഴെ വീഴുന്നതല്ല. ഒരു അമിത മദ്യപാന രോഗിക്കും കുടിച്ചാലും കുടിച്ചില്ലേലും ജീവിതത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവില്ലാത്ത ഒരവസ്ഥ. സോ ഈ അവസ്ഥയിൽ നിന്നും നിയന്ത്രണത്തോടുകൂടി മറ്റുള്ള വ്യക്തികളുമായിട്ട്, അഥവാ സമാജത്തിൽ, സമൂഹത്തിൽ മറ്റു വ്യക്തികളെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും ആത്മീയ തത്വങ്ങൾ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നുള്ളത്. എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ആത്മീയ തത്വങ്ങൾ, എയിലെ തത്വങ്ങൾ പരിഹാരമാകും എന്ന് പുള്ളി കണ്ടുപിടിച്ചു. പുള്ളി വലിയ വിദ്യാഭ്യാസമുള്ളവനല്ലേ, എന്നിട്ടും പറയാണ്, ആ നിമിഷം മുതൽ കൂടുതൽ സംതൃപ്തികരമായ ഒരു ജീവിതം ഞാൻ നയിച്ചു. അപ്പൊ പുള്ളിയുടെ പഴയകാല ജീവിതം എടുത്താൽ പുള്ളി വളരെ സന്തുഷ്ടനായിരുന്നു. ധാരാളം സമ്പത്തും ബിസിനസ്സും പിന്നെ എന്താ പറയുന്ന പേരും പെരുമയും ഉണ്ടായിരുന്ന വ്യക്തി ഇവിടെ പറയുന്നു, ആ ഒറ്റ റിലാപ്സിന് ശേഷം പുള്ളി എയിൽ വന്ന് ജീവിതം നയിക്കാൻ തുടങ്ങിയ ശേഷം പറയുന്നു, ആ നിമിഷം മുതൽ കൂടുതൽ സംതൃപ്തികരമായ ഒരു ജീവിതം ഞാൻ നയിച്ചു. ഞാൻ ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനകരമായ ഒരു ജീവിതമായിരുന്നു അതെന്ന് കരുതുന്നു. എന്റെ മുൻകാല ജീവിതം ഒരു രീതിയിലും മോശമായിരുന്നില്ല. പക്ഷേ എന്റെ ഇപ്പോഴുള്ള ഏറ്റവും മോശമായ
ജീവിതം കൊടുത്തു പോലും മുൻകാല ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ നിമിഷങ്ങൾ പകരം വാങ്ങില്ല. എനിക്ക് സാധിക്കുമെങ്കിൽ തന്നെ ഞാൻ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. സോ ഇവിടെ ഫ്രെഡിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രെഡിന്റെ കഥ സ്വയം സംസാരിക്കുന്ന കഥയാണ്. കാരണം ഫ്രെഡ് ഒരു കാരണവശാലും സ്പിരിച്വാലിറ്റിയിലൂടെ മാത്രമേ മദ്യത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. സ്വന്തം കഴിവുകളിൽ അമിത വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. എന്നിട്ടും പുള്ളി ഇന്ന് സമ്മതിക്കുകയാണ്. ഫ്രെഡിന്റെ കഥ സ്വയം സംസാരിക്കുന്ന ഒന്നാണ്. അയാളെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ബാധകമാണ്. ഞങ്ങൾ കരുതുന്നു ആദ്യം അല്പം മദ്യം മാത്രമേ അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു പല അമിത മദ്യപാനികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക നിലയിൽ അവരെത്തുന്നതിന് മുമ്പ് വളരെ മോശമായ രീതിയിൽ ഒരുപാട് മദ്യം അവർക്ക് കഴിക്കേണ്ടി വന്നു. സോ ഇത് ഈ ഒരു ചെറിയ തോതിൽ മദ്യം കഴിച്ചിട്ട് പോലും ആ വ്യക്തിയുടെ ജീവിതത്തില് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അയാള് കൂടി സ്വയം നിർത്താൻ കഴിയാതെ റിലാപ്സ് ആയ ഒരു പരിസ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിലാപ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. ഞാനെന്ന് വിശ്വസിക്കുന്നത് എങ്ങനെ നമ്മൾ എയിലൂടെ സഞ്ചരിക്കുമ്പോൾ റിക്കവറിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ വളരെ കരുതലോടെ നമ്മൾ വളരെ കരുതലോടെ ഇരിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും റിലാപ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അകപ്പെടാതെ ഇരിക്കുക. സോ ഇനി നമുക്ക് പറയാനുള്ളത് ഇമോഷണൽ റിലാപ്സ് ആയാൽ എന്ത് ചെയ്യണം? ഇമോഷണൽ റിലാപ്സ് ഹലോ കേൾക്കാം സാറേ, പറഞ്ഞോളൂ. കേൾക്കാം. ഓക്കെ. ഇമോഷണലി നമ്മൾക്ക് ഒരു റിലാപ്സ് ആകുന്ന പ്രശ്നം ഉണ്ടായാൽ കഴിവതും ഉടനെ തന്നെ നമ്മൾ മീറ്റിങ്ങിലോ അഥവാ മറ്റേ ആരെങ്കിലും വ്യക്തികളോടോ, അതായത് മെമ്പേഴ്സിനോടോ അത് ഷെയർ ചെയ്താൽ ഇമോഷണൽ റിലാപ്സിൽ നിന്ന് നമ്മൾ ഒരു മെന്റൽ റിലാപ്സിലേക്ക് എത്തിച്ചേരാതെ ഇരിക്കാൻ നമ്മളെ കൊണ്ട്. അതുപോലെ മെന്റൽ റിലാപ്സ് ഡേഞ്ചറസ് ആണ്. ഏറ്റവും ഡേഞ്ചറസ് ആയ റിലാപ്സ് ആണ് മെന്റൽ റിലാപ്സ്. അത് കഴിഞ്ഞാൽ ഫിസിക്കൽ റിലാപ്സിലേക്ക് തൂക്കിയെടുത്തോളൂ. സോ അത് വന്നു കഴിഞ്ഞാൽ മെന്റൽ റിലാപ്സ് ആയതിനു ശേഷം കുടിക്കുന്നതിന് മുൻപായിട്ട് തീർച്ചയായിട്ടും നമ്മൾ സ്പോൺസറെയോ അഥവാ നമ്മൾക്ക് ഏതെങ്കിലും ഒരു മെമ്പറെയോ വിളിച്ചിട്ട് എനിക്ക് ഇതുപോലൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയണം. മിക്കവാറും കഴിയത്തില്ല, വളരെ പ്രയാസകരമാണ്. എങ്കിലും അങ്ങനെ കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. യു കോൾ യുവർ സ്പോൺസർ ബിഫോർ, നോട്ട് ആഫ്റ്റർ. സോ കുടിക്കുന്നതിന് മുൻപായിട്ട് വേണം നമ്മൾ സ്പോൺസറെ വിളിക്കാൻ. ആ മെന്റൽ റിലാപ്സും അത് ഫിസിക്കൽ റിലാപ്സിലേക്ക് എത്തുന്നതിന് മുൻപായിട്ടുള്ള സമയം, ആ സമയത്ത് നമ്മൾ കഴിവതും അതിന് ഉപയോഗിച്ചിരിക്കും. സ്പോൺസറെ വിളിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ മെമ്പറെ വിളിച്ചിട്ട് അഥവാ ഏതെങ്കിലും ഒരു മെമ്പറെ വിളിച്ചിട്ട് തന്റെ അപ്പോഴത്തെ അവസ്ഥ അറിയിച്ച് കുടിയിൽ നിന്നും പുറത്തു പോകാൻ അഥവാ കുടിക്കാതിരിക്കാൻ ഉള്ള ശ്രമം നടത്താൻ നമ്മൾക്ക് സാധിക്കും. അഥവാ ഫിസിക്കൽ റിലാപ്സ് ആയി പോയാൽ പരാജിതനായി പോയി എന്ന് കരുതി ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ധാരാളം ആൾക്കാരെ നമുക്കറിയാം റിലാപ്സ് ആയതിനു ശേഷം തിരിച്ച് റീസ്റ്റാർട്ട് ഫെലോഷിപ്പ്. തീർച്ചയായിട്ടും ഫെലോഷിപ്പിൽ ആരും വരണ്ടെന്ന് പറയുന്നില്ല. എപ്പോഴും ഇതിൽ സ്വാഗതമാണ്. 24 മണിക്കൂറും 365 ദിവസവും ജീവിതാവസാനം വരെയും സ്വാഗതം പറയാനേ നമുക്കറിയാം. വരണ്ടെന്ന് പറയാൻ നമുക്കറിയത്തില്ല. നമ്മുടെ അങ്ങനെ പറയുന്ന ഒരു രീതിയുമില്ല. സോ റിലാപ്സ് ആയി എന്ന് വിചാരിച്ചിട്ട് നാണം കെട്ടിരിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ അതൊന്നും ഒരു ആവശ്യമില്ല. റിലാപ്സ് ആയി, ഓക്കെ, നെക്സ്റ്റ്. സോ നമ്മളെപ്പോഴും വൺ ഡേ അറ്റ് എ ടൈം പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കുക. ഇന്നത്തെ ദിവസം സോ വരിക, തിരിച്ചെത്തുക. ഫിസിക്കൽ റിലാപ്സ് ആയി എന്ന് കരുതി നമ്മൾ തിരിച്ച് എയിലേക്ക് വന്നുകൂടാതെ അഥവാ പോകണ്ട എന്ന് പറയുന്ന കാര്യമില്ല. തീർച്ചയായിട്ടും തിരിച്ചു വരിക, വീണ്ടും തുടങ്ങുക എഗെയിൻ. സോ നമ്മൾക്ക് എപ്പോഴും വേണ്ടത് ഓണസ്റ്റി, ഓപ്പൺ മൈൻഡ് ആൻഡ് വില്ലിങ്നെസ്. സത്യസന്ധനായിരിക്കണം, തുറന്ന് സംസാരിക്കണം. എയിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്ര ദൂരം വേണമെങ്കിലും എന്റെ സോബ്രൈറ്റിക്ക് വേണ്ടി, എന്റെ റിക്കവറിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സോ ഇതിലൂടെ തീർച്ചയായിട്ടും എനിക്ക് ഈ റിലാപ്സ് എന്ന ഭയങ്കരമായ പ്രശ്നത്തിൽ നിന്നും അതിജീവനമുണ്ട്. ഒരു പക്ഷെ റിലാപ്സ് ആകാതെ കഴിയാൻ സാധിക്കും. സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു അവതരണം, ഇങ്ങനെ ഒരു റിലാപ്സിനെ കുറിച്ച് ഒരു സംഗതി അവതരിപ്പിക്കാൻ എനിക്ക് ചാൻസ് തന്ന നമ്മുടെ ഗ്രൂപ്പിനോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
പിന്നെ എന്താ പറയുന്നത്, ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ മറുപടി തരും. താങ്ക് യു.